ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാമെന്ന് സ്നേഹ പറയുമ്പോൾ ഇപ്പോൾ പറയേണ്ടെന്ന് അനഘ പറയുകയാണ്. എടി, നിന്റെ ചേച്ചി എന്തൊക്കെ അവിഹിതം പറഞ്ഞു പരത്തുമെന്ന് ആർക്കറിയാം? അതിനു മുമ്പ് ഞാൻ തന്നെ ധനുഷിനോട് എല്ലാം പറയുന്നതല്ലേ നല്ലതെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, വേണ്ട, അതോടെ എൻ്റെ പ്രേമം അങ്ങ് തകർന്നു പോകും. എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നീ അങ്ങനെ പ്രേമിക്കണ്ട. ഞാനെന്താണെങ്കിലും ധനുഷിനോടെല്ലാം പറയുമെന്ന് സ്നേഹയും പറയുന്നു. അതേസമയം അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല, എന്താ രണ്ടുപേർക്കും കൂടി ഒരു ചുറ്റിക്കളി? കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടിനും എന്തോ കള്ളത്തരമുണ്ടല്ലോ. ഇത് കേൾക്കുന്ന സ്നേഹ പറയുകയാണ്, അത് വേറൊന്നുമല്ല ഏട്ടത്തി, ഞങ്ങള് നന്ദേട്ടൻ്റെയും സന്ധ്യയുടെയും കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യമാണല്ലോ അല്ലേ? സത്യം തന്നെയാണെന്ന് അനഘ പറയുമ്പോൾ ഇപ്പം നിങ്ങൾ മുതിർന്നവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയൊന്നും ചെയ്യേണ്ടെന്നും അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളുണ്ടെന്നും അർച്ചന പറയുന്നു. നീ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ അർച്ചനടുത്തോട് ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേനെയെന്ന് അർച്ചന പോയതിനു ശേഷം അനഘ പറയുകയാണ്. അർച്ചനടുത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു പരിഹാരം കിട്ടിയേനെയെന്നും അനഘ പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, ഇപ്പോൾ എന്താണെങ്കിലും ആരെയും ഒന്നും അറിയിക്കണ്ട. ധനുഷനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ സത്യമങ്ങ് തുറന്നു പറഞ്ഞേക്കാം. പിന്നെ അവനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. എന്നിട്ടാകാം ബാക്കിയുള്ള തീരുമാനങ്ങൾ. പിന്നെ അവൻ നല്ലൊരാൾ തന്നെയാന്ന് അനഘ പറയുമ്പോൾ സമയമാകട്ടെ എന്ന് സ്നേഹ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയാണ്. ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുഷിന്റെ ഫോണിലേക്ക് അവന്തിക വിളിക്കുകയാണ്. അവൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. മിക്കവാറും ഒരു സെറ്റിൽമെന്റിനായിരിക്കും വിളിക്കുന്നതെന്ന് ധനുഷ് മനസ്സിൽ പറയുന്നു. തുടർന്ന് ധനുഷ് കോളെടുത്തുടൻ തന്നെ അവന്തിക ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ എന്താ നീ കയറൂരി വിട്ടിരിക്കുകയാണോ? ആണുങ്ങളായാലേ അവനവന്റെ ഭാര്യയെ അടക്കി നിർത്താൻ പഠിക്കണം. അല്ലാതെ വല്ലവന്റെയും കൂടെ കറങ്ങാൻ വിട്ടതിന് ശേഷം വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയല്ല വേണ്ടത്. നീ വെറുതെ ഭ്രാന്തൊന്നും പറയാൻ നിൽക്കണ്ട. ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തെറ്റിക്കാൻ നീ മിടിക്കുകയാണെന്ന് എനിക്ക് പണ്ടേ തന്നെ അറിയാവുന്നതാ. എല്ലാവരും ഒരേപോലെയാണെന്ന് നീ വിചാരിക്കണ്ട. ഞാനല്ല സ്നേഹ. നീ അവളെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ചതിയിൽ ഡോക്ടറേറ്റ് എടുത്ത നീയാണോ എൻ്റെ പാവം സ്നേഹയെക്കുറിച്ച് പറയുന്നതെന്ന് ധനുഷ് ചോദിക്കുന്നു. എന്നിട്ടാണോ നിന്റെ ഭാര്യ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുമായി ശൃംഗരിച്ചുകൊണ്ട് നിന്നത്? എൻ്റെ ഭാര്യ എനിക്ക് നല്ല വിശ്വാസമാണെന്ന് ധനുഷ് പറയുമ്പോൾ നിന്റെ ഭാര്യയെ നോക്കിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന് അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ധനുഷ് കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോകാനായി ഒരുങ്ങുന്ന അർച്ചനയാണ്. സച്ചേട്ടാ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങിയില്ലെങ്കിലും കല്യാണ പെണ്ണിന്റെ മനസ്സൊക്കെയാ എനിക്കിപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ് അർച്ചന. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് അമ്പലത്തിൽ പോകുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചാലോ? എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ സച്ചിയെ നോക്കുകയാണ്. സച്ചിയേട്ടൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതല്ലേ? ഇതിനേക്കാൾ വലിയൊരു എമർജൻസി സച്ചിയേട്ടൻ ഇനി വേണ്ട. ഞാൻ പോകാനായി ഒരുങ്ങി നിൽക്കുന്നത് സച്ചിയേട്ടൻ കണ്ടതല്ലേ? എടോ, മുഹൂർത്തമൊക്കെ നോക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും, നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, താലി കിട്ടുന്നു, അതിനുശേഷം സച്ചിയേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പൊക്കോ. ഇന്നെൻ്റെ കഴുത്തിൽ ആ താലിമാല അണിയിക്കാതെ സച്ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോയാലേ ഇനി മേലാൽ ഞാൻ ആ താലിമാല എൻ്റെ കഴുത്തിൽ അണിയില്ല. അതോ സച്ചേട്ടൻ എന്നെ ഒഴിവാക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോക്കോ. പക്ഷേ ഞാനും കുഞ്ഞും ഇവിടെ ഉണ്ടാകില്ല, അത്ര തന്നെ. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ശരി, തൻ്റെ പോക്കൊന്നും ക്യാൻസൽ ചെയ്യേണ്ട. എൻ്റെ കാര്യം ഞാൻ ക്യാൻസൽ ചെയ്തോളാം, നമുക്കിപ്പോൾ തന്നെ പോകാം. അത്രയും പറഞ്ഞുകൊണ്ട് സച്ചി റെഡിയാകാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധൻ സേതുവിനെ കാണാനായി ചെല്ലുന്നതാണ്. ഞാൻ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. അവന്തികയും നന്ദനുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. കോടതിക്ക് പുറത്തു വെച്ച് ഈ കേസ് തീർക്കാൻ ഒരു സെറ്റിൽമെന്റ് താൻ തന്നെ ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചാൽ ഈ കേസ് സെറ്റിൽമെന്റ് ആകുമെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. അവന്തിക, ഇതുവരെ എൻ്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ ഞങ്ങൾ മറക്കാം. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് അവൾക്ക് എത്ര വേണമെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ സാർ എത്ര ഉദ്ദേശിക്കുന്നതെന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്ക്, എന്നിട്ട് നമുക്ക് കോമ്പൻസേഷന്റെ എമൗണ്ടിനെ കുറിച്ച് സംസാരിക്കാമെന്ന് സേതുവും പറയുന്നു. അവന്തിക ഒരു സെറ്റിൽമെന്റിന് സമ്മതിക്കുകയാണെങ്കിൽ തനിക്കും അതിലൂടെ ബെനിഫിറ്റ് തന്നെ ഉണ്ടാവുകയുള്ളെന്ന് സേതു പറയുമ്പോൾ ഞാൻ പരമാവധി അവളോട് സംസാരിച്ച് നോക്കാമെന്നും പരമാവധി ഞാൻ ശ്രമിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനിരുദ്ധൻ അവിടെ നിന്ന് പോകുന്നു. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഒരു ചതിയന്റെ മുഖംമൂടി ഉണ്ട് അയാൾക്കെന്ന് സേതു മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ തന്നെ സമയം വൈകിയെന്നും വേഗത്തിൽ പോകാനും അർച്ചന സച്ചിയോട് പറയുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുന്നത്. തുടർന്ന് സച്ചി റോഡരികിൽ വണ്ടി നിർത്തിയതിനു ശേഷം ഡോക്ടറോട് സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. നേരം വൈകിയെന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.